മെർലിൻ മൺറോയുടെ ആകസ്മിക മരണം ന്യൂയോർക്കിനെ ആകെ ഞെട്ടിച്ച സംഭവമായിരുന്നു. 1962 ഓഗസ്റ്റ് 6 ന്യൂയോർക്ക് ഡെയിലി മിററിന്റെ മുൻപേജിൽ വന്ന ആർട്ടിക്കിളിൽ പറയുന്നത്, യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ കാലിഫോർണിയ ലോസ് ഏഞ്ചൽസിൽ വെസ്റ്റ്വുഡിലെ ഫിഫ്ത്ത് ഹെലേന ഡ്രൈവിൽ ഓഗസ്റ്റ് 5 രാത്രി വൈകി മെർലിൻ മരണപ്പെട്ടു എന്നാണ്. ഫോണിന്റെ റിസീവറിൽ കൈവച്ച് കിടക്കയിൽ നഗ്നയായി കിടന്നിരുന്ന അവർ ഏകദേശം 40ഓളം മയക്കുഗുളികകൾ കഴിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ഒഴിഞ്ഞ കുപ്പികൾ കിടക്കക്കരികിൽ മേശപ്പുറത്ത് കണ്ടെത്തിയിരുന്നു അത്രേ. അബദ്ധത്തിൽ കഴിച്ച മരുന്നിന്റെ അളവ് കൂടിയതാവാം മരണകാരണമെന്ന് ലോസ് ഏഞ്ചൽസ് കൺട്രി കൊറോണേഴ്സ് ഓഫീസ് പറയാനുള്ള കാരണം മെർലിന്റെ ഡോക്ടറുടെ മൊഴി കൂടി കണക്കിലെടുത്തുകൊണ്ടായിരിക്കണം. അമിതമായ ഭീതിയും കഠിനമായ വിഷാദവും കാരണം അവർ ബോധപൂർവമോ അബോധത്തിലോ അളവിലധികം മയങ്ങാനുള്ള ഗുളികകൾ അതിനു മുൻപും പല പ്രാവശ്യം കഴിക്കുകയും 4 പ്രാവശ്യം ആത്മഹത്യക്ക് ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ടത്രേ. അപ്പോഴെല്ലാം ആരെങ്കിലും എത്തി അവരെ രക്ഷപ്പെടുത്തുകയായിരുന്നു. ഈ വസ്തുതകളും ദുസൂചനകളായി ഒന്നും തന്നെ കണ്ടെത്താത്തതിനാലും മരണവിചാരണ നടത്താൻ വന്നെത്തിയ അധികാരി മെർലിൻ ആത്മഹത്യ ചെയ്തതാവാനാണ് സാധ്യതയെന്ന് വിലയിരുത്തി. ഓഗസ്റ്റ് 8 മെർലിന്റെ അന്ത്യശുശ്രൂഷ കർമ്മങ്ങൾക്ക് ശേഷം അവരുടെ മൃതദേഹം വെസ്റ്റ്വുഡ് വില്ലേജ് മെമ്മോറിയൽ പാർക്ക് സിമിട്രിയിൽ അടക്കം ചെയ്തു. ആത്മഹത്യക്കപ്പുറം അസ്വാഭാവികമായി മറ്റ് തെളിവുകളൊന്നും ലഭിക്കാത്തതിനാൽ അളവിലധികം മരുന്ന് കഴിച്ചതിനാൽ സംഭവിച്ച മരണം എന്ന നിഗമനത്തിലാണ് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ എത്തിച്ചേർന്നത്. അപ്പോഴും എവിടെയോ അങ്ങനെയല്ല എന്നതിന് സാധ്യതകൾ കണ്ടെത്തി പല രീതിയിലുള്ള സ്വതന്ത്ര അന്വേഷണങ്ങൾ നടന്നു തുടങ്ങി. നിഗൂഢതകളിൽ ഒളിഞ്ഞുകിടക്കുന്ന ആ മരണത്തെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ പല നിഗമനങ്ങളിലും എത്തിച്ചേരുകയുണ്ടായി. എങ്കിൽ പോലും അതൊന്നും വ്യക്തമായ തെളിവുകളില്ലാത്തതിനാൽ ചുരുളഴിയാതെ ചുഴിയിൽപ്പെട്ട് തന്നെ കിടക്കുന്നു.